ആന്റണി, ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗം തന്നെ വിവാദമായിരുന്നു. കേന്ദ്ര സർക്കാർ വളരെ ശക്തമായി ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഭാഗം പ്രദർശിപ്പിക്കില്ല, ആരെയും കാണാൻ അനുവദിക്കില്ല എന്നുള്ള കർശന നിലപാടെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അത് വിലക്കിയിരിക്കുന്നു. തീർത്തും ഏകപക്ഷീയമായ ഒരു ഡോക്യുമെൻ്ററിയാണ്. മോദി സർക്കാരിനെ, മോദിയെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ മോദിയുടെ കുറ്റങ്ങൾ എടുത്തു കാട്ടുന്ന, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുത്തു കാട്ടുന്ന ഒരു ഡോക്യുമെൻ്ററി എന്ന് ആണ് ആക്ഷേപം നിലനിൽക്കുന്നത്. ഇന്ന് ഏത് തരത്തിലൊക്കെയാണ് ഈ ഒരു രണ്ടാം ഭാഗത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്? BBC-യുടെ മോദി ഡോക്യുമെന്ററി ഇന്ന് സംപ്രേഷണം ചെയ്യും. അല്പസമയത്തിനകം ആന്റണിയിലേക്ക് എത്താം. ആന്റണി, ഈ ഡോക്യുമെന്ററിയുടെ രണ്ടാം ഭാഗം എങ്ങനെയൊക്കെ കേന്ദ്ര സർക്കാർ വിലക്കിയിരിക്കുന്നു? ഫിജി, ഈ കഴിഞ്ഞ ഒന്നാം ഭാഗം ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ എന്ന BBC-യുടെ ആ ഡോക്യുമെന്ററിക്കെതിരെ 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് BBC തയ്യാറാക്കിയ ആ ഡോക്യുമെന്ററിക്കെതിരെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരുന്നു. അതിന്റെ ആദ്യ ഭാഗത്തിനെതിരെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇതിന്റെ പ്രദർശനം, യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങി എല്ലാ സമൂഹ മാധ്യമങ്ങളിലും ഉൾപ്പെടെ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നത് ഉൾപ്പെടെ തടഞ്ഞ് കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും രംഗത്ത് വന്നിരുന്നു. ട്വിറ്ററിനും അതുപോലെ തന്നെ ഈ യൂട്യൂബ് അടക്കമുള്ളവർക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത് സംബന്ധിച്ച നോട്ടീസും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. രണ്ടാം ഭാഗത്തിനും സമാനമായ വിലക്ക്. ഈ ഡോക്യുമെന്ററി ഇന്ത്യയിൽ ഒരു കാരണവശാലും പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ്. അത് വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ BJP-യും ഉൾപ്പെടെ ഉയർത്തുന്ന ഒരു വാദം. ഇപ്പോൾ രണ്ടാം ഭാഗത്തിലും അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ 2019 തെരഞ്ഞെടുപ്പിലും ഇന്ത്യയിൽ മോദി മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിച്ചു എന്നതാണ് ഈ രണ്ടാം ഭാഗത്തിന്റെ അതിന്റെ ഉള്ളടക്കം എന്നുള്ളതാണ് മറ്റൊരു കാര്യമായി ഈ BJP ഉയർത്തിക്കാണിക്കുന്നത്. അത്തരത്തിൽ രണ്ടാം ഭാഗത്തിനെതിരെയും അവർ കർശനമായി തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അതിനെതിരെ രാജ്യവ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രതിപക്ഷം പാർട്ടികളെല്ലാം തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ DYFI-യും SFI-യും അത് ക്യാമ്പസുകളിൽ പ്രദർശിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. JNU-ലും ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും അടക്കം ഇത് ഇപ്പോൾ പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പോകുന്നത്. ഏതായാലും ഇന്ത്യയിൽ ഇത് പ്രദർശിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് രാജ്യ താല്പര്യങ്ങൾക്ക് ഉൾപ്പെടെ വിരുദ്ധമാണ് എന്നുള്ളൊരു ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്, അല്ലെങ്കിൽ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നടപടി ഉണ്ടായിട്ടുള്ളത് ഇക്കാര്യത്തിൽ. അതേസമയം BBC ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഇത് എല്ലാ മേഖലകളിലും ഈ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് വ്യക്തമായ വിശദമായ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുള്ളത്. നേരത്തെ BJP-യോടും കേന്ദ്ര സർക്കാരിനോടും ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ഉൾപ്പെടെയുള്ളത് ചോദിച്ചപ്പോൾ അത് നൽകാൻ അവർ തയ്യാറായിട്ടില്ല എന്നൊരു കാര്യവും കൂടി BBC അറിയിച്ചിട്ടുണ്ട്. ഏതായാലും BBC ഈ ഡോക്യുമെന്ററിയുമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ രണ്ടാം ഭാഗം ഇന്ന് ഇപ്പോൾ പുറത്തേക്ക് വിടുകയാണ്. അത് ഇന്ത്യയിൽ എന്തായാലും പ്രദർശിപ്പിക്കില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാരുള്ളത്. അതിനെതിരെ BJP ഉൾപ്പെടെയുള്ളവരും ഇപ്പോൾ ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും അത് പ്രദർശിപ്പിക്കുമെന്ന നിലപാടിൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും, അല്ലെങ്കിൽ അത് വിലക്കിയതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിരിക്കുന്നു. ഇടത് യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ അത് പ്രദർശിപ്പിക്കുമെന്ന് ഇന്ന് SFI-യുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും തന്നെ ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സംഭവം അതെങ്ങനെയായിരിക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ആന്റണി, എന്താണ് കേന്ദ്ര സർക്കാരിനും അല്ലെങ്കിൽ മോദിക്കും എതിരെ വരുന്ന ആക്ഷേപങ്ങൾ പ്രധാനമായും ഉള്ളത് ഒന്നാം ഭാഗത്തിൽ? ഒപ്പം ഇനിയും രണ്ടാം ഭാഗം പ്രദർശിപ്പിച്ചാൽ അത് എത്രമാത്രം കേന്ദ്ര സർക്കാരിനും മോദിക്കും കോട്ടം തട്ടുന്നതായിരിക്കും? തീർച്ചയായും അടുത്ത 2024 ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. സ്വാഭാവികമായും അവർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട, അവർക്ക് മുന്നിൽ ഈ ഡോക്യുമെന്ററി വരുമ്പോൾ അവർക്ക് മുന്നിലുള്ള ഒരു ആശങ്കയും ആ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗത്തിലുള്ള ഉള്ളടക്കം ഈ മോദിയുടെ പങ്ക് 2002 അന്ന് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു മോദി. അതിൽ ഈ ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ പങ്ക് വെളിവാക്കുന്ന തരത്തിലുള്ള
കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളടക്കമായി വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈ നേരത്തെ തന്നെ മോദിക്ക് അതിൽ പങ്കില്ല എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ അത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്നുള്ള ഒരു വാദമാണ് പ്രധാനമായും അവർ ഉയർത്തുന്നത്. ഈ 2002 കലാപമാണ് ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ എന്ന ഈ ഡോക്യുമെന്ററിയുടെ BBC ഡോക്യുമെന്ററിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു മോദിയുടെ പങ്കുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഈ BJPയും കേന്ദ്ര സർക്കാരും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അത് വസ്തുതകൾക്ക് നിരക്കാത്ത ഒന്നാണ് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. മോദിക്ക് അതിൽ പങ്കില്ല എന്നുള്ളത് ഈ കലാപത്തിൽ മോദിയുടെ പങ്ക് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പങ്ക് ഇല്ല എന്നുള്ള കാര്യമാണ്. നേരത്തെ സുപ്രീം കോടതി ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞിരുന്നു മോദിക്ക് അതിൽ പങ്കില്ല അല്ലെങ്കിൽ തെളിവില്ല എന്നുള്ള തരത്തിൽ. അപ്പോൾ ഇപ്പോൾ ഈ ഡോക്യുമെന്ററിയിൽ പറയുന്ന കാര്യം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം 2019 ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി ഈ മുസ്ലിം വിരുദ്ധത പ്രയോഗിച്ചിരുന്നു, വിരുദ്ധത സ്വീകരിച്ചു എന്ന രീതിയിലാണ് രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം അല്ലെങ്കിൽ രണ്ടാം ഭാഗം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർത്തുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഒരു BBC ഏകപക്ഷീയമായി തയ്യാറാക്കി എന്നൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ അവർ ഉയർത്തുന്നത്. പക്ഷേ BBC പറയുന്നത് ഇത് വിശദമായ ഗവേഷണത്തിന് ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെയും ബൈറ്റുകൾ ഉൾപ്പെടെ ചേർത്താണ് ഇത് പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് BBC ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്.